ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ. ഇതും നമ്മൾ ഇനി അടുത്ത ആഴ്ച വരുമ്പോഴത്തേനും ഒരു പക്ഷേ ഈ ബിൽഡിങ്ങുകളുടെ അവസ്ഥ നമ്മൾ ഈ കൂമ്പാരം പോലെ ആയിരിക്കും. അപ്പം സിറ്റി ഫുള്ള് ക്ലീൻ ആക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ. എല്ലാം പെട്രോൾ പമ്പ് നല്ല എല്ലാം പൊളിച്ചിട്ട് നല്ല വലിയ റോഡും അതുപോലെ തന്നെ പാർക്കിങ്ങും എല്ലാം വെച്ചിട്ട് പുതിയ ബിൽഡിങ്ങുകളെല്ലാം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പദ്ധതി തന്നെയാണ് ഇപ്പം ജിദ്ദയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ വളരെ പ്രയാസം തോന്നും. കാരണം നമ്മളൊക്കെ താമസിച്ച വീട്, നമ്മൾ കയറി കഴിച്ച ഹോട്ടലുകളും ഒക്കെ തകർന്നടിഞ്ഞ് കിടക്കുമ്പം പെട്ടെന്ന് നമുക്ക് വലിയൊരു സങ്കടം തന്നെയാണ് അത് ആ കാഴ്ച കാണുന്നത്. പക്ഷേ മുന്നോട്ടുള്ള ആ ഒരു ഭാവിയെ ഓർക്കുമ്പം അടിപൊളി ഒരു സിറ്റി വരുന്നു. അതായത് ഇന്നലെ ഒരു 10 വർഷം ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേന് നല്ല ക്ലീൻ ആയിട്ടുള്ള അടിപൊളി ഒരു സിറ്റി ആയിട്ട് ഈ ജിദ്ദ മാറും. ജിദ്ദയിലെ ഈ സിറ്റി നല്ല ക്ലീൻ സിറ്റി ആക്കുകയാണ്. സൗദി അറേബ്യയിലെ ഏറ്റവും നമ്പർ 1 സിറ്റി ആക്കി മാറ്റാനായിട്ട് ഇവിടുത്തെ സർക്കാർ ശ്രമിക്കുകയാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് കണ്ടോ കടകളൊക്കെ പൊളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മെഹജറിന്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുപോലെ ജിദ്ദയുടെ പല ഭാഗത്തും നമ്മുടെ ഷരഫിയ എന്നും പല ഭാഗങ്ങളിലും ഈ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാ കടകളല്ല എല്ലാം വലിയ മാളുകളായാലും എല്ലാം അവരുടെ ഡിസൈൻ അല്ലെങ്കിൽ അവരുടെ നിയമത്തിന് അനുസൃതമല്ലെങ്കിൽ അതൊക്കെയും പൊളിച്ചു മാറ്റിയിട്ട് എല്ലായിടും നല്ല പുതിയ ബിൽഡിങ്ങും പുതിയ റോഡുകളും ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു കാഴ്ച ഇവിടെ കാണുന്നത്. അപ്പം ഈ ജിദ്ദയുടെ ഇതേപോലെയുള്ള കുറച്ച് കാഴ്ചകൾ ഞങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. ഈ പാലത്തിന് തൊട്ടപ്പുറത്തെന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് ഫുള്ള് വലിയ ബിൽഡിങ്ങുകളായിരുന്നു ഇവിടെ. ഇപ്പം കണ്ടോ വെറും ഒരു ഗ്രൗണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. അതൊക്കെ വെറും 4-5 ദിവസത്തിനുള്ളിലാണ് ഇതൊക്കെ ഇവർ ചെയ്തു തീർത്തത്. ബുൾഡോസർ കൊണ്ടുവന്ന് കണ്ടോ ഇത് കണ്ടോ ഗ്രൗണ്ട് ആക്കി കളഞ്ഞു. വലിയ ബിൽഡിങ്ങുകളായിരുന്നു ഇവിടെ നേരത്തെ. അതിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പം അത്രയും പെട്ടെന്ന് തന്നെ ഇപ്പൊ ഇവിടെ പുതിയ റോഡും അതുപോലെ തന്നെ പുതിയ ബിൽഡിങ്ങുകളും ഒക്കെ പണിയാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പഴയ വാഹനങ്ങളൊക്കെ പിടിച്ചെടുത്ത് കൊണ്ടിട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് കണ്ടോ. പഴയ വാഹനങ്ങളെല്ലാം പിടിച്ച് കൊണ്ടിട്ടേക്കുന്നതാണ്. ഇതെല്ലാം ഇപ്പം തന്നെ ഇവിടെ നിന്ന് മാറ്റി എല്ലാം ക്ലീൻ, ജിദ്ദ ഫുള്ള് ക്ലീൻ ആക്കുകയാണ്. നോക്കിയ ദൂരെയുള്ള ആ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു മാറ്റാനായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് നമ്മൾ ഈ കാണുന്നത് ഫുള്ള്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലോട്ട് നോക്കി ഇത് ഇവിടുത്തെ പ്രശസ്തമായിട്ട് നമ്മുടെ ഇവിടുത്തെ അൽബേക്കിന്റെ ബിൽഡിങ്ങുകളാണ് നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്നത്. അതെല്ലാം പൊളിച്ച് കണ്ടോ ഇവിടെ ഒന്നും ഒറ്റ കട പോലും ഇല്ലാതെ എല്ലാം പൊളിച്ചു മാറ്റിയിട്ട് വളരെ വിപുലമായ രീതിയിൽ ജിദ്ദ സിറ്റി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം 2021 ഡിസംബർ 17 കാഴ്ചയാണ്. ഇതായിരുന്നു അൽബേക്ക് കണ്ടോ. അതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ അതായത് എല്ലാം അതുപോലെ തന്നെ റോഡ് സിഗ്നലുകളൊക്കെ ഇപ്പം തന്നെ ഓഫ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാം റോഡ് ഉൾപ്പെടെ എല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഫുള്ള് വലിയ റോഡും അതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ അടിപൊളി ഒരു സിറ്റി ക്ലീൻ സിറ്റി ആക്കുകയാണ്. അപ്പം അതിനോട് നമ്മളെല്ലാവരും അവർ ഓൾറെഡി നമുക്ക് വാർണിങ്ങും നോട്ടിഫിക്കേഷൻ ഒക്കെ തരും നമുക്ക്. അപ്പം അത് അനുസരിച്ച് നമ്മൾ നമ്മുടെ കടകളൊക്കെ ആദ്യം തന്നെ സാധനങ്ങളൊക്കെ മാറ്റി റെഡി ആയിക്കോണം. അല്ലെന്നുണ്ടെങ്കിൽ അവർ നേരെ വന്നങ്ങ് പൊളിച്ച് മാറ്റുകയാണ്. അപ്പം നമുക്ക് ഈ മെഹജറിന്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് മുന്നോട്ട് പോകുമ്പം വീണ്ടും കുറച്ചേറെ ഇതുപോലുള്ള പൊളിച്ച ബിൽഡിങ്ങുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ടു പോകും. കാരണം വലിയ ബോംബ് സ്ഫോടനമൊക്കെ നമ്മൾ ചില ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ബിൽഡിങ്ങുകൾ പൊളിഞ്ഞു കിടക്കുന്നത്. അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ ഈ മെഹജറി വരുമ്പോൾ നമുക്ക് കാണുന്നത്. കാരണം ബിൽഡിങ്ങുകളെല്ലാം അങ്ങ് എന്താ പറയണ്ടേ ബുൾഡോസറും കൊണ്ട് അടിച്ചങ്ങ് തകർത്തേക്കുകയാണ്. അതേപോലുള്ള ഒരു കാഴ്ചയാണ്, ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ. ഈ സൈഡിലെ ബിൽഡിംഗ് മുഴുവൻ വെറും കൂമ്പാരമായിട്ടുണ്ട്. അത് മറച്ചു വെച്ചിരിക്കുന്നു. ഇപ്പം കണ്ടോണം അടുത്ത കാഴ്ചകൾ നമ്മൾ ഇപ്പൊ ഇവിടെ കണ്ടോണം. ഈ ഭാഗങ്ങളൊക്കെ ബുൾഡോസറും അതുപോലെ തന്നെ വലിയ JCBയുടെ വലിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ബിൽഡിങ്ങുകളെ വെറും കൂമ്പാരമാക്കി വെച്ചിരിക്കുകയാണ്. കാണിക്കാം. തൊട്ട് മുന്നിലോട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ നോക്കിക്കോണം. വലിയ ഇതേമാതിരിയായിരുന്നു. ഇതേപോലുള്ള വലിയ ബഹുനില കെട്ടിടങ്ങൾ കണ്ടോ, 10-12 നിലയുള്ള കെട്ടിടങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടോണം. ഇതെല്ലാം പൊളിക്കാനുള്ള ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പൊ എന്താണ്ട് നോക്കിയേ ഇതേപോലുള്ള ബിൽഡിങ്ങുകളായിരുന്നു കിലോമീറ്ററുകൾ. അതെല്ലാം ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ വെറും കൂമ്പാരവും അതുപോലെ തന്നെ കുറച്ച് കമ്പി കഷ്ണങ്ങളുമായിട്ട് മാത്രം നിൽക്കുന്നതാ കണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതേപോലെ എല്ലായിടും ഇവര് എല്ലാം ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലുള്ള ആ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ
നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇതാണ്. കണ്ടോ, വലിയ ബോംബ് സ്ഫോടനമോ അല്ലെ ഭൂകമ്പമോ ഒക്കെ വന്ന് പോയിരിക്കുന്ന ബിൽഡിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലുള്ള അവസ്ഥകളാണ്. എന്താ തൊട്ടും ഫ്രണ്ടിലുള്ള വേറൊരു ബിൽഡിംഗ് ഉണ്ട്. എല്ലാം ഇതേപോലെ തന്നെ ഇവിടെ കണ്ടോ. ഇതാണ് സൗദി അറേബ്യയിൽ ഇപ്പം ജിദ്ദ ക്ലീൻ സിറ്റി ആക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാണുന്നത്. ഇത് നാളെ നമ്മൾ വരുമ്പോഴത്തേന് ഇവിടെ വെറും കുറച്ച് മൺകൂമ്പാരങ്ങൾ മാത്രമായിട്ട് ശേഷിക്കും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. മഹജറിന്റെ മറ്റൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കണ്ടോ, ബിൽഡിങ്ങിന്റെ ഒക്കെ അവസ്ഥകൾ കണ്ടോ. ബിൽഡിങ്ങിന്റെ ഒക്കെ പരിപ്പെടുത്ത് വെച്ചേക്കാണ്, പരിപ്പ്. അങ്ങനെ നമുക്കിനി ഉടനെ തന്നെ നല്ല ക്ലീൻ അടിപൊളി ഒരു ജിദ്ദ സിറ്റി നമുക്ക് കാണാം. കണ്ടോ, ഈ പഴയ ബിൽഡിങ്ങും അതുപോലെ തന്നെ റോഡിന്റെ സൈഡിലുള്ള ബിൽഡിങ്ങുകൾ, പാർക്കിംഗ് ഒക്കെ ഇല്ലാത്ത കടകളായിരുന്നു ഇവിടൊക്കെ. അപ്പൊ ഇതെല്ലാം പൊളിച്ചിട്ട് ഏറ്റവും വിപുലമായ രീതിയിൽ നല്ല സംവിധാനങ്ങളുള്ള പാർക്കിങ്ങും അതുപോലെ തന്നെ ന്യൂനത രീതികളായിട്ടുള്ള നല്ല അടിപൊളി ഒരു ജിദ്ദ സിറ്റിയാണ് ഇവിടെ ഇനി ഉടനെ നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടോ, ഇതൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളായിരുന്നു. ഇതെല്ലാം പൊളിച്ച് ഉടൻ തന്നെ നമ്മുടെ റോഡും അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങുകളൊക്കെ അവർ റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ട് നല്ല മനോഹരമായ ഒരു ജിദ്ദ, മനോഹരമായിട്ടുള്ളൊരു മെഹജർ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷകളാണ്. കണ്ടോ, ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പള്ളി അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകള് അതുപോലെ തന്നെ ഫ്ലാറ്റുകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. അതെല്ലാം വെറും മൺകൂമ്പാരമായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. കണ്ടോ, ഇനി ഒരു പക്ഷേ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് ഇതിലേ വരുമ്പോഴത്തേന് ഇതിവിടെ വേറെ വലിയ ബിൽഡിങ്ങുകളായിരിക്കും പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ഫാസ്റ്റ് ആണ് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും, വളരെ ഫാസ്റ്റ് ആണ്. പൊളിക്കാനായാലും പൊളിച്ചെടുക്കാനായാലും പണിയാനായാലും എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആണ്. ആദ്യം നമുക്ക് അവരൊരു ഇൻഫർമേഷൻ തരും, പെട്ടെന്ന് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കണോ, അല്ലെങ്കിൽ സാധനങ്ങളോ ഒന്നും നോക്കത്തില്ല, അപ്പം തന്നെ വന്ന് അത് പൊളിച്ച് മാറ്റിയിട്ട് പുതിയ ബിൽഡിങ്ങുകളാണ്. കമ്പികളുടെ കൂമ്പാരം കണ്ടോ, കടയിലെ സാധനങ്ങൾ അതിന്റെ മെറ്റീരിയലൊക്കെയാണ് ഈ കൂട്ടി ഇട്ടിരിക്കുന്നത്. വലിയ ബിൽഡിങ്ങുകളായിരുന്നു ഇവിടെ. അപ്പൊ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു ജിദ്ദ നമുക്ക് കാണാം. നമ്മുടെ മിനിച്ചേച്ചിയുടെ സ്വന്തം നാടായത് കേട്ടോ. നമ്മുടെ മിനിച്ചേച്ചിയുടെ സ്വന്തം നാടാ. വളരെ സങ്കടപ്പെട്ടിരിക്കുക ഹൈപ്പർകാഷ് ഒക്കെ പൊളിച്ചെന്നും പറഞ്ഞ്. കാരണം ഇവിടെ നമ്മുടെ അൽബേക്കും അതുപോലെ തന്നെ ഹൈപ്പർകാഷും ഒക്കെ ഇവിടെയുള്ള എല്ലാവരും പോകുന്നൊരു കടകളായിരുന്നു. എല്ലാ സാധനങ്ങളും കിട്ടുന്ന വലിയൊരു ഷോപ്പിംഗ് മാളായിരുന്നു. അപ്പൊ അതെല്ലാം പൊളിച്ചിട്ടുണ്ട്. അതിന്റെ ഹോസ്പിറ്റൽ മാത്രമുണ്ട് എവിടെ, അതെല്ലാം പോയി. പക്ഷെ ആശുപത്രി വരാൻ ഇപ്പൊ ആൾക്കാരില്ല, കാരണം ഹോസ്പിറ്റലിലെല്ലാം എല്ലാ ഏതാണ്ട് ഹോസ്പിറ്റലിന്റെ ഒക്കെ കാര്യങ്ങളാണ്. ഇതാ കണ്ടോ, എല്ലാം പൊളിച്ചു. അപ്പം നല്ല അടിപൊളി ഒരു ക്ലീൻ ജിദ്ദ നമുക്ക് കാണാമെന്നുള്ള ആശ്വാസത്തിൽ നമുക്ക് ഇരിക്കാം. മെഹജറിന്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വന്നപ്പം അലിന് വിശന്നിട്ട് വയ്യാന്ന്. അപ്പൊ അതാണ് നല്ല അടിപൊളി ജ്യൂസും കളർഫുള്ള് ജ്യൂസും. ഇതാ കണ്ടോ, നല്ല ഓംപ്ലേറ്റിന്റെ സാൻഡ്വിച്ച്. ഇതാ അലീനയുടെ ഒക്കെ വിശപ്പിന്റെ വിളി കണ്ടോ കഴിക്കുന്നത്. ഇവിടെ ഒരാളാണെങ്കിൽ തകർക്കുക. കണ്ടോ, ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുള്ള അടിപൊളി സാൻഡ്വിച്ച് കടയാന്ന് പറഞ്ഞതാ. കണ്ടോ, അവരുടെ ഹോസ്പിറ്റലാണ്. അപ്പം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളതാ നമ്മുടെ മലയാളി ചേട്ടന്മാരുടെ സാൻഡ്വിച്ച് കടയായിരുന്നു. അപ്പം അവിടെ കണ്ടോ നല്ല അടിപൊളി ജ്യൂസും സാൻഡ്വിച്ചും അങ്ങനെ രാവിലെ കഴിക്കുകയാണ് ഞങ്ങള്. ഇതാണ് അൽബേക്കും ഹൈപ്പർ കാഷുമാണ് ഇവിടെ മെഹജറിലുള്ള എല്ലാവർക്കും നഷ്ടമായിരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞിരുന്ന അൽബേക്കും അതുപോലെ തന്നെ ഹൈപ്പർ കാഷ്. നല്ല അടിപൊളി ഒരു ഷോപ്പായിരുന്നു. നമ്മളൊക്കെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് അതിന്റെ കാഴ്ചകൾ ഇവിടുന്ന് കാണാം. അതുപോലെ തന്നെ ഇപ്പം എന്താ ഫ്രൂട്ട്സ് ഒക്കെ സൈഡിൽ വെച്ചാണ് വിൽക്കുന്നത്. വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഇത് വലിയ ഈ സൈഡ് കാണുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു മാർക്കറ്റ്, അതായത് വെജിറ്റബിളും എല്ലാ സാധനമുള്ള വലിയൊരു മാർക്കറ്റാണ്. ഇപ്പം വെറും ഒരു എന്തോ ഗ്രൗണ്ടും ഒരു കൂമ്പാരം, മൺകൂമ്പാരമായിട്ട് ഈ കിടക്കുന്നത് വലിയൊരു മാർക്കറ്റായിരുന്നു. ഇതാ അത് ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, കിലോമീറ്ററുകളുള്ള വലിയൊരു മാർക്കറ്റിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പം. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ആൾക്കാർ ഈ വെളിയിൽ വെച്ച് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പം മെഹജറിന്റെ ഒരു കാഴ്ചയാണ് ഇപ്പോഴത്തെ അവസ്ഥ. 17/12/2021 ഡിസംബർ ഉള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നാളെ വരുമ്പോഴത്തേന് വീണ്ടും ഒരു പക്ഷേ പുതിയ ബിൽഡിങ്ങുകൾ പണി തുടങ്ങാം, അല്ലെങ്കിൽ വീണ്ടും ഈ കാണുന്ന ബിൽഡിങ്ങുകളും കൂടെ പൊളിക്കാം.
അപ്പൊ എന്തായാലും 1-2 വർഷത്തിനുള്ളിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഒരു സിറ്റി ആയിട്ട് ഇവിടെ വരും മെഹജർ. ആ ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ എല്ലാം വർക്കിംഗ് ആയിരുന്നു. അതുതന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോ ഈ കടകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥ കണ്ടോ, ഈ ആഴ്ച ഇതെല്ലാം പൊളിച്ചടുക്കി കളഞ്ഞു. അകത്തോട്ട് കളിച്ചു. ഇതാണ് ഹൈപ്പർ ക്രാഷ്. കണ്ടോ, ഹൈപ്പർ ക്രാഷിന്റെ അകം എത്ര മനോഹരമായിട്ടുള്ള വലിയൊരു ഷോപ്പായിരുന്നു. കണ്ടോ, അതാണിത്. അതുപോലെ തന്നെ അൽബേക്കിന്റെ ബിൽഡിംഗ് ഇതാ നോക്കിക്കേ, കണ്ടോ, ഇതായിരുന്നു അൽബേക്ക്. എല്ലാരും മെഹജറിലെന്നല്ല ഈ പ്രദേശത്തുള്ള എല്ലാരും വന്ന് വാങ്ങുന്നൊരു അൽബേക്കായിരുന്നു അത്. അപ്പൊ ഇതുപോലെയുള്ള ജിദ്ദയിലെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും പുതിയ അതായത് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ ഞങ്ങളുടെ ഈ ചെറിയ ഈ വ്ളോഗിന്റെ ലിങ്കുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് വേണം. നല്ല അടിപൊളി കുറച്ച് ജിദ്ദയുടെ പുതിയ കാഴ്ചകൾ, അല്ലെ സൗദി അറേബ്യയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.